എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പം തമിഴ്നാട്ടിലാണ്. കടയിലേക്ക് ഒരു ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടി വന്നതാണ്. ഇവിടെ എപ്പോൾ വന്നാലും ഈ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടാണ് പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു മാല കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ? ഇത് നമ്മുടെ നാട്ടിലൊക്കെ എരിക്കെന്ന് പറയുന്നതിൻ്റെ മുട്ട് കോർത്ത് ഇവർ കെട്ടിയിട്ടേക്കുന്നതാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നു കഴിഞ്ഞ് പർച്ചേസിങ്ങിൻ്റെ തിരക്കും ടെൻഷനും ഒക്കെ കാരണം പർച്ചേസ് ചെയ്തതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മുടെ നാട്ടിലില്ലാത്ത കുറേ കാഴ്ചകളും സാധനങ്ങളും ഈ മാർക്കറ്റിലുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ഒരു ഉച്ച കഴിയുമ്പോൾ തൊട്ട് ഇവിടെ ഇങ്ങനെ കാളവണ്ടിയുടെ നല്ല തിരക്കായിരിക്കുവേ. ആളുകൾ വന്ന് പർച്ചേസ് ചെയ്യുന്ന തുണികൾ ഇവർ ബണ്ടിലുകളാക്കി ഓരോ കടകളിൽ നിന്നും കളക്ട് ചെയ്യുവേ. അത് കൊറിയർ ഓഫീസിൽ കൊണ്ടെത്തിക്കുന്നത് ഈ കാളവണ്ടിയിലാണ്. അങ്ങനെ ലോഡ് കയറ്റുന്നതിൻ്റെയും കയറ്റിയ ലോഡ് കൊണ്ടുപോകുന്നതിൻ്റെയും ഒക്കെ തിരക്കിലാണ് ഇവിടെ. ഞങ്ങൾ നടന്നു വന്ന വഴിക്ക് കുറേ ചേച്ചിമാരിങ്ങനെ ഇരുന്ന് പനങ്കിഴങ്ങ് വിൽക്കുന്നത് കണ്ടേ. നമ്മുടെ നാട്ടിലെ കപ്പയൊക്കെ പോലെ ഇവർക്കിത് നൊങ്കിൻ്റെ കായ ഒരു 3 മാസത്തോളം മണ്ണിൽ കുഴിച്ചിട്ടിട്ടാണ് ഈ പനങ്കിഴങ്ങ് ആക്കിയെടുക്കുന്നത്. പിന്നെ ഇങ്ങനെ കുറേ ഏരിയയിൽ കുപ്പിവളക്കടയായിരുന്നേ. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത സാധനം അല്ലെങ്കിൽ കൂടി, പക്ഷെ ഇതിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പിന്നെ ഒരു കടയുടെ മുന്നിൽ ചെന്നപ്പോഴാണ് ഈ പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് കണ്ടത്. ഇതിൻ്റെ കളറും ഷേപ്പും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ അവർ പറയുമ്പോൾ അറിയുന്നത് നമ്മുടെ നാട്ടിലെ അടയ്ക്കയാണ്. ഇവർ മുറുക്കാൻ വേണ്ടി പലതരത്തിലിങ്ങനെ മിക്സിങ് ചേർത്ത് വെച്ചേക്കുവാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് പൂക്കളൊക്കെ ഉണക്കി വിൽക്കുന്ന കടയുടെ അവിടെ വന്നേ. നമ്മുടെ നാട്ടിലെ അങ്ങാടിക്കടയൊക്കെ പോലെ ഇത്. ആദ്യത്തെ ചാക്കിൽ ഉണക്കി വെച്ചിരിക്കുന്നത് റോസപ്പൂവാണ്. ഇത് മുഖത്ത് തേക്കാനൊക്കെ ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. അടുത്ത ചാക്കിൽ മഞ്ഞ കളറിൽ ഉണക്കി വെച്ചേക്കുന്നതാണ് ആവാരം പൂവ്. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒന്നാണ് ഇത്. ഷുഗറിനും കൊളസ്ട്രോളിനും ത്വക്ക് രോഗങ്ങൾക്കും ഒക്കെ ഉള്ള മരുന്നാണ്. ഇതാണ് നമ്മുടെ ചെമ്പരത്തി പൂ ഉണക്കി വെച്ചേക്കുന്നത്. ഇതാണ് ഇവർ കറികളിലും ബിരിയാണിയിലും ഒക്കെ ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് വീടുകളിൽ പുകയ്ക്കാൻ എടുക്കുന്ന ഒരുതരം സുഗന്ധമുള്ള ഇല ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഈ വെളുത്ത നിറത്തിൽ കാണുന്നതാണ് ലവ് ബേഡ്സിനൊക്കെ കൊടുക്കുന്ന തീറ്റയാണ്. ഇതെങ്ങനെ കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ലേ. ഇതാണ് ഇവർ ഷാമ്പുവിന് പകരം ഉപയോഗിക്കുന്ന കായേ. ഇതുകൂടാതെ ഓറഞ്ചിൻ്റെ തൊലി ഉണങ്ങിയതും ആട്ടുകാൽ കിഴങ്ങും ഒരുപാട് മരുന്നുകൾ ഇവിടെ കിട്ടുവേ. കടയിലെ തിരക്ക് കാരണം ബാക്കിയുള്ളതിൻ്റെ ഒന്നും വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലേ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് കാളകളല്ല അവസാനത്തെ ലോഡുമായിട്ട് പോകുന്നതിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.